അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു നിർണായക വിവരവുമായാണ് നമ്മൾ നോക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലേക്ക് തള്ളിക്കൊണ്ട് ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന് അത്യാധുനിക ആയുധങ്ങൾ കൈമാറാൻ ചൈന നീക്കം നടത്തുന്നു എന്ന ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വന്നതോടെ ചൈനയ്ക്കും ഇറാനും നേരെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ട 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെയാണ് ചൈനയുടെ ഈ സൈനിക നീക്കം എന്നത് അമേരിക്കയെ പ്രകോപിച്ചിട്ടുണ്ട്. ഇറാന് ആയുധങ്ങൾ നൽകാൻ മുതിർന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ അധിക നികുതി ചുമത്തുമെന്ന സാമ്പത്തിക ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെ ട്രംപ് നടത്തിയ ഈ പരാമർശം ആഗോള വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾക്ക് പകരം ചൈനയ്ക്ക് ആവശ്യമായ എണ്ണ അമേരിക്കയും വെനസ്വേലയും നൽകാമെന്ന പുതിയൊരു തന്ത്രപരമായ വാഗ്ദാനവും ട്രംപ് ഇതിനോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചൈനയുടെ പുതിയ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാൻ ആയുധങ്ങൾ നൽകാൻ ചൈന തയ്യാറെടുക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് CNN ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചൈനയുടെ ഈ നീക്കം എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അത്യാധുനികമായ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാന് കൈമാറാൻ ചൈന ഒരുങ്ങുന്നത്. മേഖലയിൽ നിലവിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട്. ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കെ തന്നെ രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാനുള്ള ചൈനയുടെ നീക്കം ഗൗരവകരമാണ്. ഇറാനുമായുള്ള ചൈനയുടെ ഈ സൈനിക സഹകരണം മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുമെന്നും യുദ്ധം കൂടുതൽ വഷളാക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. ചൈനയുടെ ഈ നീക്കത്തെ ഏത് വിധേനയും ചെറുക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ആയുധ കൈമാറ്റ റിപ്പോർട്ടുകളോട് ഒരു നയതന്ത്രജ്ഞന്റെ ഭാഷയിലല്ല, മറിച്ചൊരു കടുത്ത സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനത്തിന്റെ ശൈലിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. ഇറാന് ചൈന ആയുധങ്ങൾ കൈമാറാൻ ശ്രമിച്ചാൽ അമേരിക്കയിലുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% അധിക നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതൊരു വൻ തുകയായിരിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞ അദ്ദേഹം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന നീക്കമാണിതെന്ന് പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത മാസം ബെയ്ജിംഗ് സന്ദർശിക്കാനിരിക്കെ ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈന അത്തരമൊരു സാഹസത്തിന് മുതിരുമെന്ന് താൻ കരുതുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് നൽകുന്ന സൈനിക സഹായത്തെക്കാൾ വലിയ നഷ്ടം ചൈനയുടെ വ്യാപാര മേഖലയിൽ ഉണ്ടാകുമെന്ന സമ്മർദ്ദ തന്ത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ പയറ്റുന്നത്. ഇറാൻ ചൈന അച്ചുതണ്ടിനെ തകർക്കാൻ സാമ്പത്തികമായ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ട്രംപിന്റെ ഈ ശൈലി അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭീഷണി മുഴക്കുമ്പോഴും ചൈനയെ അനുനയിപ്പിക്കാനും ഇറാനുമായുള്ള സൈനിക സഹകരണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും അതീവ തന്ത്രപരമായ ചില സാമ്പത്തിക വാഗ്ദാനങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ ആയുധങ്ങൾ നൽകുന്നതിന് പകരമായി ചൈനയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും നൽകാമെന്നാണ് ട്രംപിന്റെ പ്രധാന വാഗ്ദാനം. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ US പിടികൂടിയതിനെ തുടർന്ന് നിലവിൽ വെനസ്വേലയുടെ ഭരണം അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എണ്ണ വിഭവങ്ങൾ ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി തുറന്നു നൽകാൻ ട്രംപിന് സാധിക്കും. ആയുധങ്ങൾ നൽകുന്നതിന് പകരം സുരക്ഷിതമായ എണ്ണ വാങ്ങുന്ന രീതിയിലേക്ക് ചൈനയെ മാറ്റാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ നീക്കം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന യുദ്ധഭീതി കുറയാൻ ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് സാധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമായേക്കാം. ചൈന ഈ അമേരിക്കയുടെ ഓയിൽ ഫോർ വെപ്പൺ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് വലിയൊരു ശമനമാകും. എന്നാൽ ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് വരാനിരിക്കുന്ന ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തിൽ നിർണായകമാവും. പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായാണ് ചൈനയുടെ ഈ പുതിയ ആയുധ നീക്കത്തെ ലോകം നോക്കിക്കാണുന്നത്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും പിന്നാലെ ചൈന ആയുധങ്ങളുമായി രംഗത്തെത്തിയതും മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാണ്. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് പകരം സാമ്പത്തിക പ്രഹരം എന്ന ട്രംപിന്റെ പുതിയ ശൈലി ചൈനയെ എത്രത്തോളം പിന്നോട്ട് വലിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. വെറുമൊരു ഭീഷണി എന്നതിനൊപ്പം ആയുധത്തിന് പകരം എണ്ണ എന്ന അമേരിക്കയുടെ പുതിയ വാഗ്ദാനം ചൈനീസ് ഭരണകൂടം എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന ആഗോള വിപണിയുടെയും രാഷ്ട്രീയത്തിന്റെയും ഗതി. അടുത്ത മാസം ട്രംപ് ബീജിംഗിൽ എത്തുമ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കാം. അതുവരെ പശ്ചിമേഷ്യയിലെയും ആഗോള വിപണിയിലെയും ഓരോ ചലനങ്ങളും നമ്മൾ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്.